അണ്ഡം തത്കലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത്സഹസ്രം സമാ നിർവിന്ദന്നകൃതാചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർത്തനിവഹൈർനിശേഷ ജീവാത്മകോ നിർഫാദോസി മരുത്പുരാതിപസമാ ത്രായസ്വ സർവാമയാത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതിൽ പറയുന്നത് അണ്ഡം തത്ഖലു വെച്ചാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഈ ബ്രഹ്മാണ്ഡം സ്വർണ്ണമയമായ ബ്രഹ്മാണ്ഡം ഉണ്ടായി എന്നാണ്. ആ അണ്ഡം തത്ഖലു പൂർവസൃഷ്ട സലിലേ പുതിയ സൃഷ്ടി നടത്തുന്നതിന് മുൻപ് തന്നെ പൂർവസൃഷ്ട സലിലേ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ തിഷ്ട സഹസ്രം സമ 1000 കൊല്ലം, സഹസ്രം സമ 1000 കൊല്ലം വെള്ളത്തിൽ സ്ഥിതി ചെയ്തു എന്നാണ്. ആ ബ്രഹ്മാണ്ഡം 1000 വർഷം പുതിയ സൃഷ്ടി നടത്തുന്നതിന് മുൻപ് 1000 വർഷം വെള്ളത്തിൽ സ്ഥിതി ചെയ്തു. നിർവിന്ദന്ന കൃതാ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം. നിർവിന്ദന്ന അതിനെ പിളർന്നിട്ട് കൃത ചതുർദശ ജഗത് 14 ലോകങ്ങൾ ആയിട്ടുള്ള ജഗദ്രൂപം 14 ലോകങ്ങൾ ആയിട്ടുള്ള ഒരു രൂപം വിരാടാഹ്വയം. ആ വിരാട് എന്നു പേരുള്ള ഒരു രൂപം ഉണ്ടായി. എൻ്റെ ഹെഡിങ്ങിൽ പറയുന്ന വിരാട് പുരുഷോൽപത്തി, അങ്ങനെയാണ് വിരാട് പുരുഷൻ ഉണ്ടായത്. വിരാട് എന്നു പേരുള്ള ഒരു രൂപം ഉണ്ടായി. സാഹസ്രൈ കരപാദ മൂർത്ത നിവഹയർ. ആയിരക്കണക്കിന് സാഹസ്രൈ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കരം, പാദങ്ങൾ, കരങ്ങൾ, കൈകൾ, പാദങ്ങൾ, മൂർത്ത തല, നിവഹ എന്നിവയുടെ കൂട്ടങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് നിശേഷ ജീവാത്മകോ നിവഹൈർ നിശേഷ ജീവാത്മകോ ആ എല്ലാ ജീവജാലങ്ങളും കൂടിയ ആ രൂപം എന്ന് വെച്ചാൽ 1000 കൈകൾ, 1000 ആയിരക്കണക്കിന് എന്നാണ്. എല്ലാം കൂടെ കൂടിയ ആ ഒരു വലിയൊരു രൂപമാണ് വിരാട് രൂപം. അങ്ങനത്തെ ഒരു രൂപമാണ്. അങ്ങനത്തെ ഒരു രൂപത്തിൽ നിർഫാദോസി അങ്ങ് ശോഭിച്ചു എന്നാണ്. ഭഗവാൻ തന്നെ ഈ ഒരു രൂപത്തിൽ ആദ്യം വന്നു എന്നാണ്. അതിനാണ് വിരാട് പുരുഷോത്പത്തി, വിരാട് സ്വരൂപം എന്നൊക്കെ പറയണത്. ശോഭിച്ചു. അസി നിർവാദോ അസി അങ്ങ് ശോഭിച്ചു. മരുത്പുരാധിപ ഗുരുവായൂരപ്പ സമാം അങ്ങനെയൊക്കെ ഉള്ള ഗുരുവായൂരപ്പ സമാം ത്രായസ്വ സർവാമയാത് എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ രോഗങ്ങളെയും മാറ്റി എന്നെ രക്ഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. എന്ന് വെച്ചാൽ 14 ലോകങ്ങൾ 14 ലോകങ്ങൾ സൃഷ്ടിച്ചു. 14 ലോകങ്ങളിലുമായിട്ട് ഒരു രൂപം ഉണ്ടായി എന്നാണ്. വിരാട് പുരുഷൻ എന്നുള്ള ഒരു രൂപം 14 ലോകങ്ങളിലായിട്ട് ഉണ്ടായി. അത് ഭഗവാൻ തന്നെ ആയിരുന്നു. അതിൽ ഭൂമിയുടെ നടുക്ക് ആണ് ഭൂമി. മുകളിൽ വരുന്ന 6 ലോകം എന്ന് പറയുന്നത് ഭുവർലോകം, സുർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഇതിനൊക്കെയാണ് ഈ മുകളിലോട്ട് വരുന്ന ലോകങ്ങൾ. താഴോട്ട് വരുന്ന ലോകം എന്ന് പറയുന്നത് അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, പാതാളം. ഇങ്ങനെ 14 ലോകങ്ങളാണ് ആയിട്ട് ഈ ഒരു രൂപം ഉണ്ടായി. ഇതെല്ലാം ഭഗവാൻ അങ്ങ് തന്നെയാണ് എന്നാണ് മേൽപ്പത്തൂർ ഇതിൽ പറയുന്നത്.